മോദി തരംഗത്തിന് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയില്ലെന്ന വിലയിരുത്തലുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് നിതിൻ ഗഡ്കരിക്ക് പിന്തുണയുമായി ശിവസേന രംഗത്ത് വന്നിരിക്കുന്നത്. മോദി അമിത്ഷാ മേൽക്കൈ പാർട്ടിയിൽ അവസാനിക്കാൻ പോവുകയാണ് എന്ന സൂചനയാണ് രാജ്യസഭാ എംപിയായ സഞ്ജയ് റാവുത്ത് ശിവസേന മുഖപത്രമായ സാമ്നയിൽ എഴുതിയ കോളം സൂചിപ്പിക്കുന്നത്. 2019 ഒരു തൂക്കുസഭയാണ് വരുന്നതെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ നിതിൻ ഗഡ്കരിയെ പിന്തുണയ്ക്കുമെന്നാണ് ശിവസേന അറിയിച്ചിരിക്കുന്നത്. ആ സമയത്തിനായി ഗഡ്കരി കാത്തിരിക്കുകയാണെന്ന് സഞ്ജയ് റാവുത്ത് പറയുന്നത് BJPയിൽ മോദി യുഗം അവസാനിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. ഉൾപാർട്ടി പോരുകളുടെ സൂചന നൽകി അടുത്തിടെ ഗഡ്കരി നടത്തിയ പ്രതികരണങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. NDA മുന്നണിയിൽ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് പറയാൻ മാത്രം പര്യാപ്തമായിരുന്നു അവയോരോന്നും. രാജസ്ഥാനിലും മധ്യപ്രദേശിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് അടിപതറിയപ്പോൾ ശക്തമായ ഭാഷയിൽ പരോക്ഷമായാണെങ്കിലും മോദിക്കെതിരെ ആഞ്ഞടിക്കും വിധമാണ് ഗഡ്കരി പ്രതികരിച്ചത്. ആവശ്യത്തിനും അനാവശ്യത്തിനും വാർത്താ സമ്മേളനങ്ങൾ നടത്തിയും മാധ്യമങ്ങളോട് വാചാടോപം നടത്തിയും പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന BJP നേതാക്കൾക്കെതിരെ ഗഡ്കരി നടത്തിയ വിമർശനവും വാർത്തയായിരുന്നു. ഇതിനിടെയാണ് പുതിയ സംഭവ വികാസം ഉണ്ടായിരിക്കുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികാ സമിതിയിൽ നിന്ന് നിതിൻ ഗഡ്കരിയെ ഒഴിവാക്കിയെന്നതും ശ്രദ്ധേയമാണ്. അമിത്ഷാ പ്രഖ്യാപിച്ച സമിതിയുടെ തലവൻ രാജ്നാഥ് സിംഗ് ആണ്. നിതിൻ ഗഡ്കരിക്ക് കാര്യമായ പ്രാധാന്യം നൽകാത്തത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവികളിൽ പാർട്ടി നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന പരസ്യ പ്രസ്താവന നടത്തിയതിന്റെ അനിഷ്ടമാണ് ഗഡ്കരിയെ തഴയാൻ കാരണമെന്നാണ് സൂചന. ഇതിനെല്ലാം പകരം ചോദിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് ശിവസേനയെ കൂട്ടുപിടിച്ച് ഗഡ്കരി. ഒന്നുകിൽ പ്രധാനമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ പാർട്ടി അധ്യക്ഷ സ്ഥാനം. ഗഡ്കരിയെ ചുറ്റിപ്പറ്റിയുള്ള വൃത്തങ്ങൾ നൽകുന്ന സൂചനയാണത്. ഗഡ്കരി മുമ്പ് ദേശീയ അധ്യക്ഷനായിരുന്ന സമയത്ത് മോദിയും അമിത്ഷായും സംസ്ഥാന നേതാക്കൾ മാത്രമായിരുന്നു. രണ്ടാമതൊരു തവണ കൂടി ഗഡ്കരി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മോദിയും അമിത്ഷായും ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തരാകാൻ തന്നെയാണ് സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭൂരിപക്ഷം നഷ്ടമായാൽ രാജ്നാഥ് സിംഗ്, യോഗി ആദിത്യനാഥ്, ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങിയ നേതാക്കൾ ഗഡ്കരിക്കൊപ്പമുണ്ടാകും. ഗഡ്കരി പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്ത് രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്നും ശിവസേന കണക്കുകൂട്ടുന്നു. 80 മുതൽ 100 വരെ സീറ്റുകൾ പൊതു തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടാൽ അത് BJPക്ക് കനത്ത തിരിച്ചടിയാകും. കോൺഗ്രസ് 125 സീറ്റുകൾ വരെ നേടിയേക്കുമെന്നാണ് സഞ്ജയ് റാവുത്ത് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ മോദിയെ മാറ്റി ഗഡ്കരിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മാറ്റണമെന്ന് മഹാരാഷ്ട്രയിലെ കർഷക സംഘം നേതാക്കളും RSS നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു.